ഹായ് 2025 പുറത്തിറങ്ങിയ ഏറെ രസകരമായ ഒരു മലയാളം പോലീസ് പ്രൊസീജിയറൽ ചലച്ചിത്രം. ഷാഹി കബീർ എഴുതി സംവിധാനം ചെയ്ത ചലച്ചിത്രത്തിൽ ദിലീഷ് പോത്തനും റോഷൻ മാത്യുവുമായിരുന്നു പ്രധാന കഥാപാത്രത്തിലെത്തിയത്. തിയേറ്ററിൽ വളരെയധികം ക്രിട്ടിക്കൽ റിവ്യൂസ് നേടിയ ചലച്ചിത്രം ഇപ്പോൾ OTT-യിൽ എത്തിയിരിക്കുകയാണ്. ജിയോ ഹോട്ട്സ്റ്റാറിൽ നിങ്ങൾക്കിപ്പോൾ ചലച്ചിത്രം കാണാം. സിനിമയുടെ വിശദമായ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് സിനിമാ കഥകളൊക്കെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. നമുക്ക് നേരെ വിശദമായ കഥ കേൾക്കാം. കഥ ആരംഭിക്കുന്നത് SI യോഹന്നാനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. യോഹന്നാൻ അന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കപ്പെടുകയായിരുന്നു. കയറി വരുമ്പോൾ ഓഫീസിലിരുന്ന് സ്റ്റേറ്റ്മെന്റ് എഴുതുന്ന ദിനനാഥിനെ ആയിരുന്നു കണ്ടത്. ദിനനാഥിനെ ഒന്ന് നോക്കിയ ശേഷം നേരെ ഡിവൈഎസ്പിയുടെ മുമ്പിൽ യോഹന്നാൻ ഹാജരായി. ഡിവൈഎസ്പി ജേക്കബ് യോഹന്നാനോട് ചോദിച്ചു, ഇത്ര നാളത്തെ സർവീസില്ലടോ, ഇതിനൊക്കെ കൂട്ടുനിൽക്കാമോ? ഉടൻ യോഹന്നാൻ പറഞ്ഞു, ഞാൻ ആവശ്യമില്ലാത്ത ഒരു പണിക്കും പോയിട്ടില്ല, അതുകൊണ്ട് ഈ കൊലക്കേസ് എന്റെ തലേ കെട്ടിവെക്കാം എന്ന് സാർ കരുതണ്ട. പറ്റുമെങ്കിൽ സാർ എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കിത്താ. യോഹന്നാനെ അധികം വൈകാതെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകാൻ ആരംഭിച്ചു. ജീപ്പിൽ കയറ്റി പോലീസ് സ്റ്റേഷനിൽ നിന്ന് വണ്ടി പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ സ്റ്റേഷന്റെ പുറത്ത് കുറച്ച് പോലീസുകാർ ചേർന്ന് റോഡിൽ പറ്റിയ രക്തക്കറ കഴുകിക്കളയുന്നുണ്ടായിരുന്നു. യോഹന്നാൻ അങ്ങോട്ടേക്ക് നോക്കിയിരുന്നു. കഥ അവിടെ നിന്നും ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്. യോഹന്നാൻ SI ആയ അതേ പോലീസ് സ്റ്റേഷനിലെ CPO ആയിരുന്നു ദിനനാഥ്. ഭാര്യയും അമ്മയും മകളും അടങ്ങുന്ന ചെറിയൊരു കുടുംബമാണ് ദിനനാഥിന്റേത്. പതിവ് പോലെ ദിനനാഥ് അന്ന് ജോലിക്കായി ഇറങ്ങി. അന്ന് അവന് നൈറ്റ് ഡ്യൂട്ടിയാണ്. സർവീസിൽ കയറിയിട്ട് ദിനനാഥ് അധികമൊന്നുമായിട്ടുണ്ടായിരുന്നില്ല. ദിനനാഥ് സ്റ്റേഷനിലെത്തി യൂണിഫോം ഒക്കെ ഇട്ട് തയ്യാറായിട്ട് ഇറങ്ങി. അപ്പോഴും ദിനനാഥിന്റെ ഒപ്പം നൈറ്റ് ഡ്യൂട്ടി ഏറ്റെടുക്കേണ്ടുന്ന SI യോഹന്നാൻ അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിട്ടില്ല. അന്നാണെങ്കിൽ ഒരു പട്രോളും ഉള്ളതാണ്. പട്രോൾ സമയത്ത് കൃത്യമായി ഹാജരാവണമല്ലോ. ഡ്യൂട്ടി കൈമാറേണ്ട ഓഫീസർ അവിടെ അല്പം ധൃതി പിടിച്ചു നിൽക്കുകയായിരുന്നു. യോഹന്നാനെ അയാൾ വിളിച്ചു. ഈ സമയം യോഹന്നാനാകട്ടെ വീട്ടിൽ തിരക്ക് പിടിച്ച് വീട്ടുജോലികളിലാണ്. രാത്രിയിലത്തേക്കുള്ള ഭക്ഷണം തയ്യാറാക്കിയെടുത്ത് ഭാര്യ സലോമിക്കെടുത്ത് ഭക്ഷണം എടുത്തു കഴിക്കണം എന്നൊക്കെ സ്നേഹത്തോടെ യോഹന്നാൻ ചെന്ന് പറയുന്നുണ്ട്. സലോമിയാകട്ടെ യോഹന്നാന്റെ ഫോൺ എടുത്ത് സംശയത്തോടെ ചെക്ക് ചെയ്യുകയായിരുന്നു. കുറച്ചു നാളുകളായി സലോമിക്ക് ഈ സംശയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. യോഹന്നാൻ സമാധാനത്തോടെ അതിനൊക്കെ സലോമിയോട് മറുപടി പറഞ്ഞു. പിന്നാലെ സമയം വൈകിയതുകൊണ്ട് ജോലിക്കായി പുറപ്പെട്ടു. വൈകാതെ തന്നെ യോഹന്നാൻ സ്റ്റേഷനിലേക്ക് എത്തി ഡ്യൂട്ടി ഏറ്റെടുത്തു. അന്ന് യോഹന്നാനും ദിനനാഥിനും നൈറ്റ് ഡ്യൂട്ടിയാണ്. നൈറ്റ് പട്രോളിങ്ങിനായി പോലീസ് ജീപ്പ് എടുത്ത് അവരിറങ്ങി. പോലീസ് സ്റ്റേഷൻ സർക്കിളിലൂടെ റോന്തു ചുറ്റുകയാണ് പ്രധാനമായിട്ടും ആദ്യഘട്ടത്തിൽ ചെയ്യുക. അത്തരത്തിൽ അവർ ഓരോയിടവും സഞ്ചരിക്കാനും കാര്യങ്ങൾ നോക്കാനും വാഹന പരിശോധന നടത്താനുമൊക്കെ ആരംഭിച്ചു. ദിനനാഥിന് ലോട്ടറി എടുക്കുന്ന ശീലമുണ്ട്. ഇടയ്ക്ക് ജീപ്പ് ഒതുക്കി അവൻ ലോട്ടറി എടുത്തു. മടി പിടിച്ചവരുടെ ലക്ഷണമാ ലോട്ടറി എടുക്കുന്നത് എന്ന മട്ടിൽ യോഹന്നാൻ ദിനനാഥിനെ ഒന്ന് പുച്ഛിക്കുന്നുണ്ട്. ദിനനാഥ് പറഞ്ഞു, ഒരെണ്ണം അടിച്ച ജീവിതം തന്നെ മാറിയില്ലേ സാറേ. അങ്ങനെ അവരുടെ പട്രോളിംഗ് തുടരുകയാണ്. ആ സമയത്ത് ഒരു വഴിയിലൂടെ കടന്നു പോകുമ്പോ കുറച്ച് ചെറുപ്പക്കാർ കൂടി നിൽക്കുന്ന കണ്ടു. അവിടെ അതിനോടകം തന്നെ പെൺകുട്ടികൾക്കെതിരെ പൂവാല ശല്യമുണ്ട് എന്ന പരാതിയുള്ളതാണ്. വണ്ടിയൊതുക്കി ഉപദേശഭാവത്തിൽ ദിനനാഥ് അവരോട് അവിടെ നിന്ന് പോവാനുള്ള രീതിയിൽ ആവശ്യപ്പെട്ടു. എന്തിനാ നിൽക്കുന്നതെന്ന് ചോദിച്ചു. തങ്ങൾ വെറുതെ നിൽക്കുന്നത് എന്ന മട്ടിൽ അല്പം ഗൗരവഭാവത്തിൽ കൂട്ടത്തിലൊരു പയ്യൻ സംസാരിക്കാൻ തുടങ്ങിയതും യോഹന്നാൻ ചാടിയിറങ്ങി ചെന്നു. അവന്റെ കുത്തിന് പിടിച്ച് അവനെ ഒന്ന് പേടിപ്പിച്ചു. താൻ തിരികെ വരുമ്പോ ഇവിടെ അവരെയൊന്നും കണ്ടുപോകരുതെന്നും ഇല്ലെങ്കിൽ ഉള്ള കേസൊക്കെ എടുത്ത് അറസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ടായിരുന്നു ഭീഷണി. ആ പയ്യന്മാർ അത് കേട്ടതും പേടിച്ചവിടെ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് പോയി. പിന്നാലെ യോഹന്നാൻ ദിനനാഥിനോട് അല്പം രോഷത്തോടെ പറഞ്ഞു, നീ ആരാ ശമ്മാശനാണോ ഇവരെയൊക്കെ ഉപദേശിച്ചു നന്നാക്കാൻ? ഇവന്മാരെയൊക്കെ പേടിപ്പിച്ചു നിർത്തിയില്ലേല് ഇവന്മാരൊക്കെ തലേ കയറും. പുള്ളേരല്ലേ സാറേ എന്ന മട്ടില് ദിനനാഥ് പറഞ്ഞപ്പോ യോഹന്നാൻ പറഞ്ഞു, ഈ നൈറ്റ് പട്രോളിംഗ് എന്ന് പറയുന്നത് ക്രൈം നടക്കാതെ നോക്കാനാ. ഇവിടുത്തെ നിയമത്തെ പേടിച്ചിട്ടൊന്നുമല്ല ഈ ആൾക്കാർ വെറുതെ നിൽക്കുന്നത്. പോലീസിന്റെ ഇടിയിട്ടുന്ന് പേടിച്ചിട്ടാ. അല്ലാണ്ട് ഈ 3.5 കോടി ജനങ്ങളെ 40,000 പോലീസുകാരെ വെച്ച് നിയന്ത്രിക്കാൻ പറ്റുമോ? വെറുതെ IPC പഠിച്ചുകൊണ്ട് ഇറങ്ങിക്കോളും. ഒരു കാര്യമില്ലാണ്ട്. ആ ഒരു യാത്രക്കിടയിൽ അവർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും സ്വഭാവ വ്യത്യാസവും ഒക്കെ പ്രകടമായിരുന്നു. പുതിയ പോലീസുകാരനായതുകൊണ്ട് ദിനനാഥിന് പോലീസ് രീതികളൊന്നും അത്രയ്ക്ക് വശമില്ല. യോഹന്നാൻ ആണെങ്കിൽ ഗൗരവത്തോടെയായിരുന്നു ദിനനാഥിനോട് ഇടപഴകിക്കൊണ്ടിരുന്നതും. വളരെയധികം കൗശലക്കാരനായ പോലീസ് സ്വഭാവം കൃത്യമായിട്ടുള്ള ഒരു പോലീസുകാരനായിരുന്നു യോഹന്നാൻ. ഒരു പാസ്റ്ററുടെ മുമ്പിൽ സുവിശേഷകന്റെ മുമ്പിൽ അയാൾ ചെന്ന് പെട്ടപ്പോൾ സുവിശേഷകൻ ഉപദേശിക്കാതിരിക്കാൻ അയാളോട് കുറെ കള്ളക്കഥകൾ പറഞ്ഞ് അതിൽ നിന്ന് യോഹന്നാൻ ഊരിപ്പോന്നു. പക്ഷേ യോഹന്നാന് തന്നെ സുവിശേഷകനോട് പറഞ്ഞ കഥ പാരയായി മാറി. ഒടുവിൽ അവിടെ നിന്നും ദിനനാഥിനൊപ്പം വണ്ടിയെടുത്ത് യോഹന്നാൻ മുങ്ങുകയാണ്. അങ്ങനെ റോന്തു ചുറ്റൽ തുടർന്നു. സമയം രാത്രിയായി. മുന്നിലേക്ക് യാത്ര തുടരുമ്പോഴാണ് ഒരു വീട്ടിലെന്തോ ആൾക്കൂട്ടവും മറ്റും പോലീസുകാർ ശ്രദ്ധിക്കുന്നത്. വണ്ടി നിർത്തി അവർ കാര്യമന്വേഷിച്ചു. ഒരു കൂട്ടം പയ്യന്മാര് അവിടെ വന്ന് ബഹളം കൂട്ടിയിരുന്നു. അറക്കലെന്ന വലിയ കുടുംബത്തിലെ പയ്യന്മാരൊക്കെയാണ്. അവിടുത്തെ പെൺകുട്ടി കോളനിയിൽ ജീവിക്കുന്ന ആ വീട്ടിലെ നവീൻ എന്ന പയ്യനുമായി ഒളിച്ചോടിയത്രേ. അതാണ് ആരോപണം. അതിന്റെ പേരിൽ നവീൻ എവിടെയെന്ന് ചോദിച്ചാണ് അവർ പ്രശ്നമുണ്ടാക്കിയത്.
അങ്ങനെ വല്ലതും ഉണ്ടോ എന്ന് മട്ടിൽ യോഹന്നാൻ നവീന്റെ അച്ഛനോട് ചോദിച്ചു. തന്റെ മകൻ അങ്ങനൊന്നും ചെയ്തിട്ടില്ലെന്നും അവൻ വയറിങ്ങിന്റെ വർക്കിന് പോയിരിക്കുകയാ, അരുൺ എന്ന കൂട്ടുകാരന്റെ ഒപ്പമാ പോയിരിക്കുന്നത് എന്നവന്റെ അച്ഛൻ മറുപടിയും കൊടുത്തു. നാളെ സ്റ്റേഷനിൽ വന്ന് നിങ്ങൾക്കിന്ന് ഇവിടെ നടന്നതിൽ വല്ല പരാതി ഉണ്ടെങ്കിൽ എഴുതി തരണം എന്ന് പറഞ്ഞവർ അവിടെ നിന്ന് വണ്ടിയെടുത്തു പോന്നു. നവീന്റെ ഫോൺ വിളിച്ചിട്ട് സ്വിച്ച് ഓഫ് ആണെന്നും കിട്ടുന്നില്ലെന്നുമുള്ള വിവരവും പോലീസുകാർ അതിനോടകം അച്ഛനിൽ നിന്നും അറിഞ്ഞിരുന്നു. ഫോൺ വിളിക്കുമ്പോ അവൻ എടുക്കുവാണെങ്കിൽ അവന്റെ കൂടെ ആ പെൺകുട്ടിയുണ്ടെങ്കിൽ രണ്ടുപേരോടും സ്റ്റേഷനിൽ വന്ന് ഹാജരാവാൻ പറയണം എന്നുകൂടി അച്ഛനോട് നിർദ്ദേശിച്ചിട്ടായിരുന്നു യോഹന്നാൻ അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ പട്രോളിംഗ് തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് വയർലെസ് വഴി ഒരു സന്ദേശം വന്നു. ഒരു വുമൺ മിസ്സിംഗ് കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു അത്. അവരിപ്പോൾ സംസാരിച്ച നവീൻ എന്ന് പറയുന്ന ആ പയ്യനുണ്ടല്ലോ, ആ പയ്യന്റെ കൂടെ ഒളിച്ചോടിപ്പോയി എന്ന് പറയപ്പെടുന്ന അറയ്ക്കൽ കുടുംബത്തിലെ പെൺകുട്ടിയെ പറ്റിയിട്ടാണ് ആ മിസ്സിംഗ് കേസ്. അതിനെപ്പറ്റി അന്വേഷിക്കാൻ അവർ നേരെ ആ വീട്ടിലേക്ക് എത്തി. സമ്പന്ന കുടുംബമാണ്. അവർ വീട്ടിലേക്ക് എത്തുമ്പോ ആ വീട്ടിലെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ആ പെൺകുട്ടിയുടെ അമ്മ രോഷത്തിൽ നിൽക്കുന്നുണ്ടായിരുന്നു. നേരത്തെ നവീന്റെ വീട്ടിൽ പ്രശ്നമുണ്ടാക്കാൻ പോയ പയ്യന്മാരും അവിടെ ഉണ്ട്. അതിലൊരാൾ ആ പെണ്ണിന്റെ മൂത്ത ജ്യേഷ്ഠനാണ്. അവനെ കൊണ്ടൊന്നും കൂട്ടിയിട്ട് കൂടുന്നില്ല, നീയൊക്കെ എന്തിനാ നടക്കുന്നേ എന്ന് പറഞ്ഞ് അമ്മ അവരോട് രോഷം കൊണ്ട് നിൽക്കുമ്പോഴായിരുന്നു യോഹന്നാനും ദിനനാഥും അങ്ങോട്ടേക്ക് എത്തുന്നത്. യോഹന്നാൻ അപ്പോൾ മറ്റൊരാളോട് സംസാരിക്കുന്നത് കൊണ്ട് ദിനനാഥ് ഇറങ്ങിച്ചെന്ന് അവിടെ ഉണ്ടായിരുന്ന ആ പെൺകുട്ടിയുടെ അമ്മയോടും സഹോദരനോടും കാര്യങ്ങൾ അന്വേഷിച്ചു. പക്ഷെ തന്റെ മകൾ വീട്ടിലുണ്ടല്ലോ എന്നായിരുന്നു അവർ മറുപടി പറഞ്ഞത്. വിവരം പുറത്തറിഞ്ഞാൽ അവരുടെ അഭിമാനം പോകും എന്ന മട്ടിൽ അവർ ഭയന്നിരുന്നു. എങ്കിൽ ആ പെൺകുട്ടിയെ വിളിച്ച് കാണട്ടെ എന്ന മട്ടിൽ ദിനനാഥ് ചോദിച്ചതും മൂത്ത ജ്യേഷ്ഠൻ പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങി. ദിനനാഥ് വീട്ടിൽ കയറി ചെക്ക് ചെയ്യണം എന്ന മട്ടിൽ ഇടിച്ചു കയറാൻ പോയപ്പോ അതൊരു കയ്യേറ്റത്തിലേക്ക് വരെ കടക്കും എന്നൊരു രീതിയിലേക്ക് വരെ മാറി. അത് കണ്ടതും കോള് കട്ട് ചെയ്ത് യോഹന്നാൻ വേഗം കടന്നു വന്നു. ദിനനാഥിനെ ശകാരിച്ച്, ഞാനല്ലേ ഓഫീസർ, നീ ഡ്രൈവറല്ലേ, ഡ്രൈവറിന്റെ പണിയെടുത്താൽ മതി, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം എന്ന് ദിനനാഥിനോട് ആക്രോശിച്ച് വണ്ടിയിൽ പോയിരിക്കാൻ പറഞ്ഞു. പിന്നാലെ യോഹന്നാൻ വളരെ സൗമ്യമായി അവരോട് സംസാരിച്ചു. പെൺകുട്ടി എവിടെയെന്ന് ചോദിച്ചു. വീട്ടിലുണ്ടെന്ന് പറഞ്ഞപ്പോ കംപ്ലൈന്റ് കൊടുത്തത് പെൺകുട്ടിയുടെ അച്ഛനായതുകൊണ്ട് അച്ഛൻ വന്ന് അത് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് എഴുതി തന്നാ മതി, വേറെ പ്രശ്നമൊന്നുമില്ല എന്നയാൾ അവരെ അറിയിച്ചു. അകത്ത് മദ്യപിച്ച് ആ പെൺകുട്ടിയുടെ അച്ഛനിരിക്കുന്നുണ്ടായിരുന്നു. അകത്തേക്ക് കയറി ചെന്ന അയാളുടെ ഭാര്യ എന്തിനാ പോലീസിനെ അറിയിച്ചത് എന്ന് ചോദിച്ചാദ്യം പ്രശ്നമുണ്ടാക്കി. പിന്നാലെ അയാളോട് പോയി ആ സ്റ്റേറ്റ്മെന്റ് എഴുതി കൊടുക്കാൻ പറഞ്ഞു. ആ വീടിന്റെ നിയന്ത്രണം അവരുടെ പക്കലാണ് എന്നവരുടെ പെരുമാറ്റത്തിൽ നിന്ന് വ്യക്തമായിരുന്നു. പിന്നാലെ അയാൾ ഇറങ്ങി വന്ന് ആ സ്റ്റേറ്റ്മെന്റ് എഴുതി കൊടുത്തു. ഇതേസമയം ദിനനാഥിനാണെങ്കിൽ ആകെ പൊളിഞ്ഞിരിക്കുകയായിരുന്നു. അവിടുത്തെ ആ പയ്യന്റെ മുമ്പിൽ ദിനനാഥ് ആകെ കൊച്ചായി പോയല്ലോ. പോരാത്തതിന് യോഹന്നാൻ അവനെ ഇരുത്തിക്കളയുകയും ചെയ്തു. വൈകാതെ ആ സ്ത്രീ തന്റെ മകനെ വിളിക്കുകയാണ്. റോഷൻ എന്ന പേരുള്ള ഒരു സഹോദരനും കൂടി മിസ്സിംഗ് ആയ ആ പെൺകുട്ടിക്കുണ്ട്. ദുബായിൽ നിന്നും അവൻ വന്നുകൊണ്ടിരിക്കുവായിരുന്നു. അവരൊക്കെ നവീന്റെ വീട്ടിൽ പോയിട്ടെന്താ എന്ന് ചോദിച്ചപ്പോ അതൊന്നും ആയില്ല, നീയും കൂടെ വന്നിട്ട് ഇതിനൊരു പരിഹാരം കാണാം എന്ന മട്ടിലായിരുന്നു റോഷന്റെ അമ്മ സംസാരിച്ചത്. ആ വീട്ടിൽ നിന്ന് പോരുമ്പോ രോഷത്തിൽ യോഹന്നാൻ ദിനനാഥിനോട് പറഞ്ഞു, കാക്കിയും കമ്മ്യൂണിസവും കൂടി ഒന്നിച്ചു പോയില്ല. അവര് പരാതിയുണ്ടെന്ന് പറഞ്ഞു, നമ്മൾ ഇവിടെ വന്നു. അവര് പരാതിയില്ല എന്ന് പറഞ്ഞു, നമ്മൾ ഇവിടുന്ന് പോകുന്നു. അത്രയുള്ളൂ. ഒരുപാട് കമ്മ്യൂണിസം കാണിക്കാൻ നിന്ന അവരൊരു പരാതി തന്ന നിന്റെ പണി പോവും, കൂട്ടത്തിൽ എന്റെയും പോവും. ദേഷ്യം വരുന്നുണ്ടായിരുന്നെങ്കിലും ദിനനാഥ് ഒന്നും തന്നെ മിണ്ടിയില്ല. അങ്ങനെ അവരുടെ പട്രോളിംഗ് തുടരുകയാണ്. മുമ്പോട്ട് യാത്ര ചെയ്യുന്ന വഴിക്ക് ചെറിയൊരു ആക്സിഡന്റ് അവർ കണ്ടു. ഒരു പുരോഹിതന്റെ വണ്ടിയിൽ പിന്നിൽ വന്ന് ഒരു സംഘം പയ്യന്മാരുടെ വണ്ടി തട്ടിയിട്ടുണ്ട്. യോഹന്നാൻ ഇറങ്ങിച്ചെന്ന് അച്ഛനോട് സ്തുതി പറഞ്ഞ് വണ്ടിയുടെ പിൻഭാഗം നോക്കി. അത്യാവശ്യം പണിയുണ്ടായിരുന്നു. 8 രൂപയുടെയെങ്കിലും പണിയുണ്ടല്ലോ എന്ന് പറഞ്ഞ് യോഹന്നാൻ അച്ഛനോട് സംസാരിച്ചു നിൽക്കെ ദിനനാഥ് ചെന്ന് അവർ വെള്ളമടിച്ചിട്ടുണ്ടോ എന്ന് നോക്കി. പയ്യന്മാർ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അതോടെ യോഹന്നാൻ അവരെ പിടിച്ച് വണ്ടി കയറ്റാൻ പറഞ്ഞു. എന്നാൽ അതിലൊരു പയ്യൻ DYSP തന്റെ മാമനാണ് എന്ന് പറഞ്ഞെങ്കിലും യോഹന്നാൻ അതൊന്നും ചെവികൊണ്ടില്ല. അവനെ പിടിച്ച് വണ്ടി കയറ്റാൻ തന്നെ പറഞ്ഞു. പിന്നാലെ അച്ഛനുമായി സംസാരിച്ചു. അച്ഛൻ തനിക്ക് പരാതിയില്ലെന്നും UK പോകേണ്ട പിള്ളേരാ, കേസായാലൊക്കെ പ്രശ്നമല്ലേ, അവരെ വിട്ടേക്കാനും പറയുന്നുണ്ടായിരുന്നു. എന്നാലും വണ്ടിക്ക് ഇത്രയും പണി പറ്റിയിട്ട് എങ്ങനെയാ അച്ഛാ, ഞാനൊരു കാര്യം ചെയ്യാം എന്ന് പറഞ്ഞ് യോഹന്നാൻ ആ പയ്യന്മാരുടെ അടുത്തേക്ക് ചെന്നു. പിന്നാലെ രോഷത്തി പറഞ്ഞു, ഇത് കേസാക്കിയ നിന്റെയൊക്കെ കയ്യിൽ നിന്ന് 10,000 രൂപയും പോവും, കോടതി കയറി ഇറങ്ങേണ്ടേം വരും. നിന്റെയൊക്കെ പൈസ ഉണ്ടോ 10,000? എങ്കിൽ അച്ഛൻ ആ പൈസ കൊടുത്ത് കേസ് ഒതുക്കി തീർത്ത് പോവാൻ നോക്കടാ, പയ്യന്മാര് പണം കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛന് 10,000 കൊടുത്ത് പയ്യന്മാർ വണ്ടിയെടുത്ത് അവിടെ നിന്ന് പോയി. പിന്നാലെ യോഹന്നാൻ പുരോഹിതനുമായി സംസാരിച്ചു. അച്ഛനും കുറച്ച് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അതോടെ അച്ഛനും തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അർഹതയില്ലാത്ത പണമല്ലേ അച്ഛ കയ്യിലിരിക്കുന്നേ എന്ന് പറഞ്ഞ് യോഹന്നാൻ വിദഗ്ധമായി അച്ഛനോട് സംസാരിച്ച് ആ പണവും അച്ഛന്റെ കയ്യിൽ നിന്ന് വാങ്ങി. കൃത്യമായി പറഞ്ഞാൽ ഒരു കൈക്കൂലി. പിന്നാലെ അച്ഛനോടും പൊക്കോളാൻ പറഞ്ഞ് യോഹന്നാൻ ദിനനാഥിനൊപ്പം വണ്ടിയെടുത്തു പോന്നു. കൈക്കൂലി വാങ്ങിയത് ദിനനാഥിനത്ര പിടിച്ചിരുന്നില്ല. ദിനനാഥിന്റെ ദേഷ്യം യോഹന്നാനും മനസ്സിലായി. എന്തെങ്കിലും പറയാനുണ്ടെ മുഖത്തു നോക്കി പറയണം, അല്ലാണ്ട് ഡോറിന്റെ വാതിൽ വലിച്ചടിക്കല്ല വേണ്ടത്.
യോഹന്നാൻ ദിനനാഥിനടുക്കൽ പറഞ്ഞു. ഉടൻ വന്നു അവന്റെ മറുപടി, ഞാൻ പോലീസായതുപോലെ കൈക്കൂലി വാങ്ങാനല്ല. ഓ, നീ പറയുന്ന പോലല്ലേ കാര്യങ്ങള്. ഈ വണ്ടി എഞ്ചിൻ പണിയായിട്ട് വർക്ക്ഷോപ്പിൽ കയറിയതൊക്കെ നീ അറിഞ്ഞായിരുന്നോ? അതിന്റെ കാശ് കൊടുത്തോന്ന് നീ അറിഞ്ഞായിരുന്നോ? സർക്കാർ അല്ലെങ്കിലേ ശമ്പളത്തിൽ നിന്ന് എങ്ങനെയാ പൈസ പിടിക്കാന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. ദാ ഈ പൈസ ഇവിടെ ഇരുന്നോട്ടെ. എന്റെ ശമ്പളം എടുത്ത് സർക്കാരിന്റെ കാര്യം നടത്തേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. ഈ പൈസ കൊണ്ടുപോയി മത്തായുടെ വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ട് സാറ് ബോധ്യപ്പെട്ടിട്ട് തന്നെ പോയാൽ മതി. അല്ലാണ്ട് നാട്ടുകാരെ ഊറ്റേണ്ട കാര്യമൊന്നും എനിക്കില്ല. യോഹന്നാൻ രോഷത്തിലായിരുന്നു ദിനനാഥിനോട് പറഞ്ഞതത്രയും. ദിനനാഥ് ഒന്നും തന്നെ മിണ്ടിയില്ല. വീണ്ടും പട്രോളിംഗ് തുടർന്നു. ഒരിടത്ത് വണ്ടി ഒതുക്കി യോഹന്നാൻ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ദിനനാഥ് വീട്ടിലേക്ക് വിളിച്ചു. മോൾക്ക് സുഖമില്ലായിരുന്നു, പനിയാണ്. അതിന്റെ വിവരമറിയാനായിരുന്നു അവൻ വിളിച്ചത്. ഇടയ്ക്കിടയ്ക്ക് മോൾക്ക് പനി കൂടിയെന്നും മരുന്ന് കൊടുത്തിട്ടുണ്ട്, ഇപ്പൊ ഉറക്കമാണെന്നും ഭാര്യ ദിനനാഥിനോട് പറഞ്ഞു. യോഹന്നാൻ ഭക്ഷണം കഴിച്ച് തീരുന്നതിന് മുമ്പേ പൈലറ്റ് ഡ്യൂട്ടിയുടെ നിർദ്ദേശമെത്തിയിരുന്നു. പിന്നാലെ അവർ പൈലറ്റ് ഡ്യൂട്ടിയിലേക്ക് തിരിഞ്ഞു. അകമ്പടി വാഹനമായി വേഗത്തിലായിരുന്നു ദിനാനന്ദ് വണ്ടി മുമ്പോട്ട് ഓടിച്ചത്. വണ്ടി ഓവർ വേഗത കയറുന്നത് കണ്ടതും യോഹന്നാൻ പറഞ്ഞു, ഇത്രയും വേഗത്തിലൊന്നും പോവണ്ട. അവരുടെ വണ്ടിക്ക് സേഫ്റ്റി ബാഗും ഒക്കെ ഉണ്ട്, നമുക്കൊന്നുമില്ല. എന്തായാലും അവരുടെ സ്റ്റേഷൻ അതിർത്തിയിൽ നിന്ന് അടുത്ത ടീമിന് അവർ പൈലറ്റ് ഡ്യൂട്ടി കൈമാറി. ഇതിനിടയിൽ ഇടയ്ക്കൊക്കെ യോഹന്നാൻ തന്റെ ഭാര്യ സലോമിയെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. സലോമി ഫോൺ എടുക്കാൻ വൈകിയാൽ അപ്പോൾ യോഹന്നാൻ ടെൻഷനാവുമായിരുന്നു. ടെൻഷനായാലോ ദേഷ്യപ്പെടുന്നത് മുഴുവൻ ദിനാനന്ദിന്റെ നേരെയാണ്. അങ്ങനെ അവർ സ്റ്റേഷനിലേക്ക് മടങ്ങിയെത്തി. യോഹന്നാന് വയറിന് നല്ല സുഖമുണ്ടായിരുന്നില്ല. ആ സമയമാണ് ഡിവൈഎസ്പിയുടെ കോൾ വരുന്നത്. മിസ്സിംഗ് ആയ പെൺകുട്ടിയെ പറ്റി അന്വേഷിക്കാനായിരുന്നു അത്. കിട്ടിയ വിവരങ്ങൾ യോഹന്നാൻ ഡിവൈഎസ്പിയോട് പറഞ്ഞു. നവീൻ എന്ന പയ്യന്റെ ഒപ്പമാണ് ആ പെൺകുട്ടി പോയത് എന്നാണ് വിവരം അറിഞ്ഞത്. അവരുടെ വീട്ടിൽ നിന്ന് അറിഞ്ഞതനുസരിച്ച് അരുൺ എന്ന പയ്യന്റെ ഒപ്പം നവീൻ എന്ന പയ്യൻ ജോലിക്ക് പോയിരിക്കുകയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തെങ്കിലും വിവരം അറിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അറിയിക്കണം എന്ന് ഡിവൈഎസ്പി അവർക്ക് നിർദ്ദേശം കൊടുത്തു. യോഹന്നാനും ഓക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. ഈ സമയമാണ് വ്യക്തമാകുന്നത് ഡിവൈഎസ്പി അറക്കിലെ പയ്യന്മാരുടെ കൂടെയാണ്. അവർ ഡിവൈഎസ്പിയെ വന്ന് കണ്ടപ്പോഴായിരുന്നു യോഹന്നാനെ വിളിച്ച് വിവരമന്വേഷിച്ച് ആ വിവരങ്ങൾ ഡിവൈഎസ്പി അവർക്ക് കൈമാറിയത്. ഇതിനിടയിൽ സ്റ്റേഷനിലേക്ക് മറ്റൊരു കോൾ വന്നു. യോഹന്നാന് വയറിന് സുഖമില്ലല്ലോ, അതുകൊണ്ട് ASI സദാനന്ദനെയും കൂട്ടിയിട്ടായിരുന്നു ദിനാനന്ദ് അങ്ങോട്ടേക്ക് പോയത്. അവിടെ എത്തിയപ്പോഴോ ഒരു മാനസിക രോഗി തന്റെ കുട്ടിയെ അടച്ചുവെച്ചിരിക്കുകയാണ്. ഭാര്യയുടെ മരണശേഷം അയാളുടെ മാനസിക രോഗം വർദ്ധിക്കുകയായിരുന്നു. കുട്ടിയെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോകുമോ എന്ന ഭയത്തിലാണ് അയാൾ. അയൽവാസികളാണ് അയാളെ പിടിച്ച് ആശുപത്രിയിലാക്കണം എന്ന് പറഞ്ഞ് പോലീസിന് കോൾ ചെയ്തത്. വിവരം അറിഞ്ഞപ്പോൾ മുതൽ ദിനാനന്ദ് വല്ലാതായി പോയിരുന്നു. ദിനാനന്ദിന്റെ അച്ഛനും ഒരു മാനസിക രോഗിയായിരുന്നു. ആശുപത്രിയിൽ കഴിയുമ്പോൾ ദിനാനന്ദിന്റെ കണ്ണുമാറിയപ്പോഴായിരുന്നു അവന്റെ അച്ഛൻ ആത്മഹത്യ ചെയ്തത്. അതിന്റെ ട്രോമ ഇപ്പോഴും ദിനാനന്ദിനുണ്ട്. കുട്ടിയുടെ ശബ്ദം കേട്ടതും എന്താണെന്ന് നോക്കാൻ മുകളിലേക്ക് കയറി ചെന്ന അവനെ പട്ടിയുടെ കുരകേട്ട് പുറത്തേക്കിറങ്ങി വന്ന മാനസിക രോഗിയായ ആ യുവാവ് ആക്രമിക്കാൻ ശ്രമിച്ചു. ഒരു തരത്തിലായിരുന്നു ദിനാനന്ദ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടത്. വട്ടന്മാരുടെ കേസൊന്നും നമുക്ക് ഏറ്റെടുക്കണ്ട എന്ന മുട്ടിൽ സദാനന്ദൻ അവനെയും കൊണ്ട് അവിടെ നിന്ന് പോന്നു. പോരുന്ന വഴിക്ക് സദാനന്ദൻ അവനെ ഉപദേശിച്ചു. ജീവൻ പണയം വെച്ച് അവനെ ആശുപത്രിയിലാക്കിയ സാറിന് വല്ല മെഡലും കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണോ? ഒരു കുന്തവും കിട്ടാൻ പോകുന്നില്ല. ഇനി എങ്ങനെ അവന്റെ വെട്ടുകൊണ്ട് സാറ് ചത്ത സാറിന്റെ കുടുംബത്തിന് പോയി. ദിനാനന്ദ് വല്ലാതെ ഭയന്നിരുന്നു. ഒന്നും തന്നെ മറുപടി പറഞ്ഞില്ല. അങ്ങനെ അവർ തിരികെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി. ദിനാനന്ദിന്റെ മനസ്സിൽ അപ്പോഴും ആ മാനസിക രോഗിയുടെ കയ്യിൽ അകപ്പെട്ടിരിക്കുന്ന അയാളുടെ കുഞ്ഞിന്റെ കാര്യമായിരുന്നു. കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ അപ്പോഴും സാധിച്ചില്ലല്ലോ. സ്റ്റേഷനിലെത്തിയപ്പോ യോഹന്നാൻ വന്നപ്പോ ദിനാനന്ദ് അക്കാര്യം യോഹന്നാനോട് പറഞ്ഞു. കുഞ്ഞിന്റെ കാര്യമെന്ന് കേട്ടതും യോഹന്നാൻ വേഗത്തിൽ നിങ്ങൾ എന്നിട്ട് വെറുതെ ഇങ്ങോട്ടേക്ക് പോന്നോ എന്ന് അരിശത്തോടെ പറഞ്ഞ് ദിനാനന്ദിനെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് പുറപ്പെട്ടു. പോകുന്ന വഴിയിൽ യോഹന്നാൻ ഫയർഫോഴ്സിനെയും വിളിച്ചു. പിന്നാലെ ആ മാനസിക രോഗിയുടെ വീട്ടിലേക്ക് പ്രൊട്ടക്ഷനൊക്കെയായി കയറി ചെന്ന യോഹന്നാനും ദിനാനന്ദും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും വളരെ ബുദ്ധിപരമായ നീക്കത്തിലൂടെ ആ മാനസിക രോഗിയെ പിടികൂടുകയാണ്. പക്ഷേ ആദ്യം അകത്തേക്ക് ചെന്ന ദിനാനന്ദിനെ വെട്ടിക്കൊല്ലാൻ അയാൾ ശ്രമിച്ചിരുന്നു. ദിനാനന്ദ് അതിൽ വല്ലാതെ ഭയക്കുകയും ചെയ്തു. ഭാഗ്യവശാൽ കുട്ടിയെ രക്ഷപ്പെടുത്താനും മാനസിക രോഗിയെ പിടികൂടാനും അവർക്ക് കഴിഞ്ഞു. അന്ന് അവിടെ നിന്ന് പോരുമ്പോൾ യോഹന്നാൻ ഒരു പള്ളിയിൽ കയറി. അവിടെ സെമിത്തേരിയിലേക്ക് ചെന്ന് ഒരു കല്ലറയ്ക്ക് സമീപം നിന്നു. അത് മരണപ്പെട്ടു പോയ യോഹന്നാന്റെ മകളുടെ കല്ലറയായിരുന്നു. വീണ്ടും അവർ പട്രോൾ തുടർന്നു. പിന്നാലെ കാക്കത്തോട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാം എന്ന് യോഹന്നാൻ പറഞ്ഞു. അവിടെ റോഡരികിൽ ഒരു മാവുണ്ടായിരുന്നു. മാവിൽ നിന്ന് മാങ്ങ വീണ് കിടപ്പുണ്ട്. യോഹന്നാൻ ഇറങ്ങി മാങ്ങ പിറക്കി. ഒരു പുച്ഛത്തോടെ ദിനാനന്ദ് അതൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്. തിരികെ വണ്ടിയിൽ കയറിയപ്പോ യോഹന്നാൻ പറഞ്ഞു, സലോമിക്ക് ഈ മാങ്ങ ഒരുപാട് ഇഷ്ടമാ, നല്ല ടേസ്റ്റുള്ള മാങ്ങയാ. ദിനാനന്ദ് വീണ്ടും പുച്ഛത്തോടെ യോഹന്നാനെ നോക്കി. അങ്ങനെ പട്രോൾ തുടരുമ്പോഴാണ് വഴിയിൽ നിർത്തിയിട്ട ഒരു ജിപ്സി അവരുടെ കണ്ണിൽ പെടുന്നത്. വണ്ടി നിർത്തി അതിലുണ്ടായിരുന്നവരോട് എന്താ കാര്യമെന്ന് ചോദിച്ചു. അതിലുള്ള ഒരു പയ്യൻ റോഷനായിരുന്നു.
അറിയാമായിരുന്നു. താൻ ദുബായിൽ നിന്ന് വന്നതാ, ഒരാൾക്ക് കുപ്പി കൊടുക്കാൻ വെയിറ്റ് ചെയ്തതാ എന്ന മട്ടിൽ റോഷൻ പോലീസിനോട് പറഞ്ഞു. ദിനാനന്ദ് വണ്ടിയുടെ നമ്പറും അവരുടെ ഫോൺ നമ്പറും ഒക്കെ എഴുതി വാങ്ങി. ആ സമയം ഒരു ആക്സിഡന്റ് റിപ്പോർട്ട് വന്നതുകൊണ്ട് അവർക്ക് വേഗം പോവണമായിരുന്നു. ജിപ്സിക്കാരോട് ജീപ്പിന്റെ പിന്നാലെ വന്നോളാനും ടൗണിൽ വിടാമെന്നും യോഹന്നാൻ പറഞ്ഞു. അങ്ങനെ ജിപ്സിയിലുള്ള റോഷനും കൂട്ടുകാരനും പോലീസ് ജീപ്പിന്റെ പിന്നാലെ പോന്നു. ഒടുവിൽ പോലീസ് വാഹനത്തിന് പിന്നാലെ പോയി അവർ ടൗണിലെത്തി. പോലീസിനോട് നന്ദി പറഞ്ഞ് അവർ മറ്റൊരു വഴിക്ക് തിരിഞ്ഞു. യോഹന്നാനും ദിനാനന്ദും ഇറങ്ങി അവിടെ വഴിയിൽ അപകടത്തിൽ പെട്ട പോലെ കിടക്കുന്ന ബൈക്ക് പരിശോധിച്ചു. ആളുകളെയൊന്നും അവിടെ കാണുന്നുണ്ടായിരുന്നില്ല. ആ കാര്യം കൺട്രോൾ റൂമിൽ റിപ്പോർട്ട് ചെയ്തു. പിന്നാലെ വീണ്ടും അവർ പട്രോളിംഗ് ആരംഭിച്ചു. ഇതിനിടയിൽ യോഹന്നാൻ ഒന്ന് ഉറങ്ങിയിരുന്നു. പെട്ടെന്നൊരു പാലത്തിന്റെ ഭാഗത്തെത്തിയപ്പോ ദിനാനന്ദ് വണ്ടി ചവിട്ടി നിർത്തി. അവിടെ ഒരു പെൺകുട്ടി പാസ് ചെയ്ത പോലെ അവന് തോന്നിയിരുന്നു. എന്നാ ഒന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞ യോഹന്നാൻ ദിനാനന്ദിനൊപ്പം അങ്ങോട്ടേക്ക് തിരിച്ചു. അതൊരു പഴയ കെട്ടിടമായിരുന്നു, കാടിനുള്ളിലുള്ള ഒരു കെട്ടിടം. യോഹന്നാൻ ദിനാനന്ദിന്റെ പേടി മനസ്സിലാക്കി ദിനാനന്ദിനെ നന്നായിട്ടൊന്ന് പേടിപ്പിക്കാൻ ശ്രമിച്ചു. മുകളിൽ ഒരു വീടുണ്ട്. ആ വീട് നടത്തിയിരുന്നത് ഒരു ചെട്ടിക്കമ്പനി ഉടമയായിരുന്നു. ഒക്കെ പൊട്ടിയതോടെ കുടുംബത്തിനൊപ്പം അയാൾ ആത്മഹത്യ ചെയ്തു. അന്ന് ഓഫീസറായിരുന്ന യോഹന്നാനായിരുന്നു അത് ഇൻക്വസ്റ്റ് ഒക്കെ നടത്തിയത്. അതിന്റെ ഭീകര ദൃശ്യങ്ങളൊക്കെ യോഹന്നാൻ വിശദീകരിച്ചു പറഞ്ഞു. അതിൽ പിന്നെ ആത്മഹത്യ ചെയ്യാൻ എല്ലാവരും ഈ വീട്ടിലേക്ക് പോവാറുണ്ട് എന്നും യോഹന്നാൻ ഇങ്ങനെ കൂട്ടിച്ചേർത്തു. ദിനാനന്ദ് ഒക്കെ കേട്ട് ഭയക്കുന്നുണ്ട്. യോഹന്നാൻ അതൊക്കെ കണ്ടു രസിക്കുകയായിരുന്നു. ഇതിനിടയിൽ ആ വീട്ടിൽ പ്രേതബാധയുണ്ട് എന്ന തരത്തിലും യോഹന്നാൻ സൂചിപ്പിച്ചു. അങ്ങനെ മുകളിലേക്ക് കയറി അവർ വീടിനടുത്തെത്തി. അകത്ത് പോയി നോക്കിയിട്ട് വരാൻ യോഹന്നാൻ ദിനാനന്ദിനോട് പറഞ്ഞു. അവനാണെങ്കിൽ അല്പം പേടിച്ചു നിൽക്കുകയാണ്. പിന്നാലെ ഇമാതിരി പേടിത്തൊണ്ടന്മാരെയൊന്നും എന്റെ കൂടെ ഡ്യൂട്ടിക്കിടരുതെന്ന് നാളെ SHOയോട് പറയണം എന്ന് യോഹന്നാൻ പറഞ്ഞപ്പോ അതിന് ഞാൻ വല്ലതും സാറിനോട് പറഞ്ഞോ എന്ന് പറഞ്ഞുകൊണ്ട് പേടിയോടെയാണെങ്കിലും ദിനാനന്ദ് നോക്കുവാൻ വീടിനകത്തേക്ക് കയറി. വീടിനുള്ളിൽ ഒന്നും തന്നെ ആദ്യം കാണുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അകത്തേക്ക് പോയപ്പോ ഒരു പെൺകുട്ടിയുടെ രൂപം അവൻ കണ്ടു. പ്രേതമാണെന്ന് പേടിച്ച് അലറി വിളിച്ച് അവൻ പുറത്തേക്കോടി. ഓടി വരുന്നതിനിടയിൽ അവളുണ്ടായിരുന്ന തെട്ടിൽ കാലടിച്ച് താഴെ വീഴുകയും ചെയ്തു. വീണതും അവന്റെ ബോധം മറഞ്ഞു. യോഹന്നാൻ അവനെ തട്ടി വിളിച്ചെങ്കിലും ഉണർന്നില്ല. ഒടുവിൽ വെള്ളമെടുത്ത് അവന്റെ മുഖത്തൊഴിച്ചപ്പോഴായിരുന്നു അവൻ ഉണർന്നതുപോലും. എന്താ കാര്യമെന്ന് യോഹന്നാൻ ചോദിച്ചു. അകത്ത് പ്രേതമുണ്ട് എന്ന് ഭീതിയോടെ അവൻ പറഞ്ഞു. യോഹന്നാൻ ടോർച്ചടിച്ചു നോക്കിയപ്പോ അവിടെ ഒരു ആളനക്കം കണ്ടു. എങ്കിയൊന്ന് നോക്കണമല്ലോ എന്ന് പറഞ്ഞ് അവനെയും കൂട്ടിക്കൊണ്ട് യോഹന്നാൻ അകത്തേക്ക് ചെന്നു. അകത്തൊരു പെൺകുട്ടിയും ആൺകുട്ടിയും മറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. യോഹന്നാൻ അവരെ പുറത്തേക്ക് വിളിപ്പിച്ചു. പിന്നാലെയാണ് വ്യക്തമാകുന്നത് അത് ഒളിച്ചോടിപ്പോയി എന്ന് പറയപ്പെടുന്ന അറക്കൽ തറവാടിലെ ആ പെൺകുട്ടിയായിരുന്നു. അവൾ ഒളിച്ചോടിയിരിക്കുന്നത് നവീന്റെ ഒപ്പമൊന്നുമല്ല, മലപ്പുറത്തുള്ള മറ്റൊരു മുസ്ലിം പയ്യന്റെ കൂടെയാണ്. ദേ നിൽക്കുന്നു നിന്റെ പ്രേതം എന്ന് പറഞ്ഞ് യോഹന്നാൻ ദിനാനന്ദിനെ ഒന്ന് കളിയാക്കി. പിന്നാലെ അവരെയും കൂട്ടി നേരെ സ്റ്റേഷനിലേക്ക് പുറപ്പെട്ടു. പിന്നാലെ ചോദ്യം ചെയ്യലിൽ കുറെ കാര്യങ്ങൾ വ്യക്തമായി. നവീൻ ആ പെൺകുട്ടിയുടെ ബെസ്റ്റിയായിരുന്നു. നവീനാണ് ആ പെൺകുട്ടിയെ അവളുടെ കാമുകനടുക്കലാക്കി കൊടുത്തത്. അതുകൊണ്ട് അറക്കലെ അവരുടെ വീട്ടുകാർ കരുതിയിരിക്കുന്നത് അവൾ നവീന്റെ ഒപ്പം ഒളിച്ചോടി എന്ന മട്ടിലാണ്. പക്ഷെ അവൾ ഒളിച്ചോടിയിരിക്കുന്നത് മഞ്ചേരിയിലുള്ള മറ്റൊരുത്തന്റെ കൂടെയായിരുന്നു. അങ്ങനെ അവരുമായി അവർ സ്റ്റേഷനിലെത്തി. അവരെ പോലീസ് സ്റ്റേഷനിലിരുത്തി അവരങ്ങനെ നിൽക്കുമ്പോഴാണ് ദിനാനന്ദിന് വീട്ടിൽ നിന്ന് കോൾ വരുന്നത്. കുട്ടിക്ക് പനി കൂടി അനക്കമുണ്ടായിരുന്നില്ല. ദിനാനന്ദ് കുറച്ച് പാനിക്കായി. യോഹന്നാൻ സാറിനോട് കാര്യങ്ങൾ പറഞ്ഞു. കുട്ടിയുടെ കാര്യമാണെന്ന് കേട്ടതും യോഹന്നാൻ ഒട്ടും മടിച്ചില്ല. പോലീസ് ജീപ്പുമായി തന്നെ പോകാം, നമ്മുടെ കാര്യത്തിനും കൂടി ഉള്ളതായത് എന്ന് പറഞ്ഞുകൊണ്ട് ദിനാനന്ദിനെയും കൂട്ടി വേഗം അവന്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു. അവിടെ നിന്ന് കുട്ടിയെയും കൂട്ടി വേഗം ആശുപത്രിയിൽ എത്തിച്ചു. ദിനാനന്ദ് ഫാമിലിക്കൊപ്പം ഇരിക്കുമ്പോ യോഹന്നാൻ അത് നോക്കിക്കാണുന്നുണ്ട്. ദിനാനന്ദിനോട് വേഗം പോരണമെന്ന് പറഞ്ഞോ ഒന്നും തന്നെ യോഹന്നാൻ ധൃതി കൂട്ടിയില്ല. അയാളുടെ മനസ്സിന്റെ മറ്റൊരു നല്ല വശം അവിടെ പ്രകടമാകുന്നുണ്ടായിരുന്നു. അധികം വൈകാതെ കൺട്രോൾ റൂമിൽ നിന്നൊരു കോൾ എത്തി. ഒരു സ്ത്രീ ആത്മഹത്യക്ക് ശ്രമിക്കുന്നു എന്ന വിവരം പറഞ്ഞിട്ടായിരുന്നു അത്. അവരൊരു ഡിപ്രഷൻ പേഷ്യന്റ് ആണ് എന്നുകൂടി അറിഞ്ഞതോടെ യോഹന്നാൻ വല്ലാതെ ടെൻഷനിലാവുന്നുണ്ട്. വേഗം വണ്ടി വിടാൻ യോഹന്നാൻ ദിനാനന്ദിനോട് പറഞ്ഞു. പക്ഷെ അവർ അങ്ങോട്ടേക്ക് എത്തുമ്പോഴേക്കും ആ സ്ത്രീ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞിരുന്നു. ദിനാനന്ദ് അവരെ പിടിച്ചുയർത്തിയെങ്കിലും അവർ മരണപ്പെട്ടു കഴിഞ്ഞു. അവരുടെ ഭർത്താവിനെ വീഡിയോ കോൾ ചെയ്ത് വെച്ചിട്ടായിരുന്നു അവർ ആത്മഹത്യ ചെയ്തത്. ആ ദൃശ്യങ്ങളൊക്കെ ദിനാനന്ദിന്റെ മനസ്സിനെ വല്ലാതെ ബാധിച്ചു. യോഹന്നാനും ആകെ വല്ലാതായി പോയിരുന്നു. ബന്ധവസ്തിനുള്ള ഓഫീസേഴ്സ് എത്താൻ കുറച്ച് വൈകിയിരുന്നു. മഴയായതുകൊണ്ടാണ് വൈകിയത് എന്നവർ എത്തിയപ്പോൾ യോഹന്നാനോട് പറഞ്ഞു. അല്ലെങ്കിൽ ഇപ്പോ കുറെ ഒലത്തിയേനെ എന്ന മട്ടിൽ അവരോട് ദേഷ്യപ്പെട്ട് പറഞ്ഞ് യോഹന്നാൻ ദിനാനന്ദുമായി വണ്ടിയെടുത്ത് അവിടെ നിന്ന് വേഗത്തിൽ പുറപ്പെട്ടു. യോഹന്നാൻ നേരെ പോയത് സ്വന്തം വീട്ടിലേക്കായിരുന്നു. മാങ്ങയുമായി ഇറങ്ങിച്ചെന്ന അയാൾ തന്റെ ഭാര്യ കിടന്നുറങ്ങുന്നത് കുറച്ചു നേരം നോക്കി. പിന്നാലെ ഉണർന്ന ഭാര്യയോട് ഉറങ്ങിക്കോളാൻ പറഞ്ഞ് മാങ്ങ കൊണ്ടുവന്ന കാര്യവും അറിയിച്ച് അവിടെ നിന്ന് തിരികെ പോന്നു. അവർ തിരികെ സ്റ്റേഷനിലേക്ക് എത്തി. അന്ന് നടന്ന കാര്യങ്ങൾ കാരണം ആകെ ടെൻഷനിലും മനസ്സിലെ വിഷമവുമായിട്ട് യോഹന്നാൻ കുറച്ച് മദ്യപിക്കുന്നുണ്ട്. കൂട്ടത്തിൽ ദിനാനന്ദും ആത്മഹത്യ ചെയ്ത സ്ത്രീയുടെ രൂപം മനസ്സിൽ നിന്ന് പോകുന്നില്ലെന്ന് പറഞ്ഞപ്പോ അവനും അയാൾ ഒരു ഗ്ലാസ് മദ്യം കൊടുത്തു. വേണ്ടെന്ന് അവൻ ആദ്യം പറഞ്ഞെങ്കിലും അയാൾ നിർബന്ധിച്ചപ്പോ അവൻ കഴിച്ചു. അങ്ങനെ അവർ വീണ്ടും പട്രോൾ
ഇറങ്ങി ഒരു ജംഗ്ഷനിൽ നിർത്തി അവർ വണ്ടിയൊക്കെ ചെക്ക് ചെയ്ത് നിൽക്കുകയായിരുന്നു. ഈ സമയം കുറച്ചുനേരം ഉറങ്ങാമെന്ന് യോഹന്നാൻ കരുതി. ആ സമയം അവരുടെ ഫ്രണ്ടിലൂടെ 2 വണ്ടി കടന്നുപോയി. അതിലൊരു വണ്ടി ജിപ്സിയും രണ്ടാമത്തെ വണ്ടി ഫോർച്യൂണറുമായിരുന്നു. അറക്കലെ പയ്യന്മാരുടെ വണ്ടികളായിരുന്നു അത്. ആ ടൈമിൽ തന്നെ അവർക്കൊരു കംപ്ലൈന്റും കിട്ടി. ഒരു വീട്ടിലാരോ അതിക്രമിച്ചു കടന്നു എന്ന് പറഞ്ഞിട്ടായിരുന്നു അത്. അതന്വേഷിക്കാൻ അവർ അങ്ങോട്ടേക്ക് എത്തി. അയൽവാസിയായിരുന്നു കംപ്ലൈന്റ് കൊടുത്തത്. തൊട്ടടുത്ത് താമസിക്കുന്ന തന്റെ ചേട്ടന്റെ മകൻ അരുണിനെ അവിടെ നിന്ന് ആരൊക്കെയോ ചേർന്ന് പിടിച്ചുകൊണ്ടുപോയി എന്നയാൾ യോഹന്നാനോട് പറഞ്ഞു. വിവരം കൈമാറിയതാകട്ടെ അയൽവാസിയായ ഖദീജയായിരുന്നു. ഖദീജക്കടുത്തെത്തി യോഹന്നാൻ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി. സംഭവം നടന്നിട്ട് ഏകദേശം 45 മിനിറ്റ് കഴിഞ്ഞിരുന്നു. വണ്ടിയുടെ നമ്പറും ആ സ്ത്രീ നോട്ട് ചെയ്തു വെച്ചിരുന്നു. നമ്പർ യോഹന്നാന് കിട്ടി. അയാൾ സ്റ്റേഷനിൽ വിളിച്ച് ഏത് വണ്ടിയാണെന്നും ആരുടെയാണെന്നും അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടു. ആപ്പിൽ നോക്കി അതൊരു ജിപ്സി വണ്ടിയാണ് എന്ന് മാത്രമുള്ള വിവരമായിരുന്നു ലഭിച്ചത്. തങ്ങൾ ഇന്ന് ചെക്ക് ചെയ്ത ജിപ്സിയുടെ കാര്യം ദിനാനന്ദ് ഓർമ്മിച്ച് അത് യോഹന്നാനോട് പറഞ്ഞു. പിന്നാലെ അവർ എഴുതിയ ഡീറ്റെയിൽസ് വെച്ച് നമ്പർ ഒത്തുനോക്കി. അതേ ജിപ്സി തന്നെയായിരുന്നു അരുണിനെ തട്ടിക്കൊണ്ടുപോയത് എന്നവർ മനസ്സിലാക്കി. നവീനുമായി ബന്ധമുണ്ട്, അരുൺ ഇലക്ട്രീഷ്യനാണ് എന്ന സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ മനസ്സിലാക്കിയെടുത്തു. അതോടെ കാര്യങ്ങളൊക്കെ പോലീസിനെ കണക്റ്റഡായി കിട്ടി. അറക്കൽ വീട്ടിലെ പെൺകുട്ടിയപ്പോൾ സ്റ്റേഷനിലുണ്ടല്ലോ. ആ പെൺകുട്ടിയെ വിളിച്ച് യോഹന്നാൻ കാര്യങ്ങൾ ചോദിച്ചു. വീട്ടിലൊരു ജിപ്സി ഉണ്ടോ എന്ന് തിരക്കി. വീട്ടിലില്ലെന്നും പക്ഷേ ചേട്ടന്റെ ഫ്രണ്ടിനുണ്ട് എന്നും അവൾ പറഞ്ഞു. ചേട്ടൻ ദുബായിലാണോ എന്നും ഫോട്ടോയുണ്ടോ എന്നും യോഹന്നാൻ ചോദിച്ചു. അതേയെന്ന് മറുപടി പറഞ്ഞ കുട്ടി ഫോട്ടോ അവരെ കാണിച്ചു. അതോടെ തങ്ങൾ ചെക്ക് ചെയ്ത വണ്ടിയിലുണ്ടായിരുന്ന പയ്യൻ തന്നെയാണത് എന്ന് പോലീസ് ഉറപ്പിക്കുകയാണ്. പിന്നാലെ ആ പെൺകുട്ടിയിൽ നിന്ന് ഫോൺ നമ്പർ വാങ്ങി അവന്റെ സഹോദരനെ യോഹന്നാൻ വിളിച്ചു. കോൾ എടുക്കാതെ വന്നപ്പോൾ ഒരു മെസ്സേജ് ഇട്ടു. അവന്റെ സഹോദരി സ്റ്റേഷനിലുണ്ടെന്നും ആ പയ്യന്മാരെ വെറുതെ വിടണമെന്നും പറഞ്ഞിട്ടായിരുന്നു അത്. ഇതേസമയം പെൺകുട്ടിയുടെ സഹോദരനാകട്ടെ നവീനെയും അരുണിനെയും പിടികൂടി മർദ്ദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മെസ്സേജ് കിട്ടിയതും അവൻ യോഹന്നാനെ തിരികെ വിളിച്ചു. യോഹന്നാൻ പറഞ്ഞു, നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാകും. എന്നെ കൊണ്ട് പറ്റുന്ന സഹായം ഞാൻ നിനക്ക് ചെയ്തു തരാം. തൽക്കാലം നീ അവരെ മര്യാദകതയെ ഇവിടെ കൊണ്ടുവന്ന് വിട്. സാറിനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല കനപ്പിച്ച് അവൻ പറഞ്ഞപ്പോ യോഹന്നാൻ പറഞ്ഞു, നിന്റെ പെങ്ങൾ ഇവിടെ ഉണ്ട്. അവൻ വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. അതോടെ വീഡിയോ കോൾ ചെയ്ത് കാണിക്കാം എന്ന് യോഹന്നാൻ പറഞ്ഞു. വീഡിയോ കോൾ ചെയ്ത് പെങ്ങളെ കാണിച്ചപ്പോഴായിരുന്നു അവളുടെ സഹോദരൻ അത് വിശ്വസിച്ചത്. അതോടെ പയ്യന്മാരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുചെല്ലാം എന്നവൻ സമ്മതിച്ചു. ഈ സമയം അവനും കൂട്ടുകാരും ചേർന്ന് മർദ്ദിച്ചുകൊണ്ടിരുന്ന നവീനാകട്ടെ മരിച്ച പോലെ കിടക്കുകയായിരുന്നു. കൂട്ടുകാര് പാനിക്കായി ആ വിവരം റോഷന്റെ അടുത്ത് പറയാൻ വേണ്ടി ചെന്നു. ഈ സമയം മരിച്ച പോലെ കിടന്നിരുന്ന നവീൻ എഴുന്നേറ്റ് പുറത്തേക്ക് ഓടി. പിന്നാലെ അവർ അവനെ പിടികൂടാൻ പിന്നാലെ ഓടി ചെന്നു. അവനിടയ്ക്ക് തട്ടി വീണ് തലയിടിച്ചെങ്കിലും അവൻ എഴുന്നേറ്റ് വീണ്ടും അടുത്തുള്ള നദിയിലേക്ക് ഓടി. ഒടുവിൽ ഒരു പാലത്തിന്റെ മറവിൽ മറഞ്ഞു നിന്നു. അവർക്ക് പിന്നാലെ ഓടി വന്ന റോഷനാകട്ടെ പെങ്ങളെ കണ്ടുകിട്ടിയെന്നും അവനെ വിട്ടേരെ എന്നും പറഞ്ഞ് അവിടെ നിന്ന് കൂട്ടുകാരെയും കൂട്ടിക്കൊണ്ടു പോന്നു. ഇതേസമയം മറഞ്ഞു നിന്നിരുന്ന നവീന്റെ ചെവിയിൽ നിന്നും ബ്ലഡ് ഒഴുകുന്നുണ്ടായിരുന്നു. വീണപ്പോൾ അവന്റെ തലയിടിച്ചിരുന്നു. തലയ്ക്കെന്തോ ആഘാതം സംഭവിച്ചിരിക്കണം. ഇതേസമയമായിരുന്നു അവർക്ക് മറ്റൊരു കോള് വന്നത്. വീട്ടിൽ കള്ളു കുടിച്ചു വന്ന ഭർത്താവ് അതിക്രമം കാണിക്കുന്നു എന്ന് പറഞ്ഞിട്ടായിരുന്നു കോൾ. അങ്ങോട്ടേക്കെത്തിയ യോഹന്നാൻ കള്ളു കുടിച്ച ഭർത്താവ് ഭാര്യയെയും ചെറിയൊരു കുട്ടിയെയും മർദ്ദിച്ച വിവരം അറിഞ്ഞു. കുട്ടിയെ തല്ലിയെന്ന് കേട്ടതും യോഹന്നാന് ദേഷ്യം വന്നു. ആ ഭർത്താവിനെ കണക്കിന് യോഹന്നാൻ മർദ്ദിക്കുന്നുണ്ട്. ഒടുവിൽ ദിനാനന്ദ് ഇറങ്ങി വന്നിട്ടായിരുന്നു യോഹന്നാനെ പിടിച്ചു മാറ്റിയത്. അയാൾക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ നമ്മുടെ രണ്ടാളുടെയും ജോലി പോവും എന്ന് പറഞ്ഞ ദിനാനന്ദ് യോഹന്നാനോട് ദേഷ്യപ്പെട്ടിരുന്നു. യോഹന്നാനും സ്വബോധത്തിലേക്ക് വന്നപ്പോ പെട്ടെന്നതിൽ വിഷമം തോന്നി. ഒടുവിൽ അയാളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ഇനി കുട്ടിയെ ഉപദ്രവിക്കരുത് എന്നൊക്കെ പറഞ്ഞ ശേഷം അവരവിടെ നിന്ന് പോരുകയാണ്. രണ്ടാളും മിണ്ടുന്നുണ്ടായിരുന്നില്ല. ദിനാനന്ദ് യോഹന്നാനോട് ദേഷ്യത്തിലായിരുന്നു. ഈ സമയം അവർക്ക് മറ്റൊരു ഇൻഫർമേഷൻ കിട്ടി. അവിടെയുള്ള ഒരു കോറിയിൽ പ്രവർത്തനം നടക്കുന്നു എന്ന് നാട്ടുകാർ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ചെക്ക് ചെയ്തിട്ട് റിപ്പോർട്ട് ചെയ്യാം എന്ന് ദിനാനന്ദ് അറ്റൻഡ് ചെയ്ത് പറഞ്ഞു. പിന്നാലെ അവർ അങ്ങോട്ടേക്ക് പുറപ്പെട്ടു. അവിടെ എത്തിയപ്പോൾ കോറി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല. അവിടുത്തെ ഹിറ്റാച്ചിയിൽ തൊട്ട് എഞ്ചിനിൽ ചൂടുണ്ടോ എന്ന് നോക്കാൻ ദിനാനന്ദിനോട് യോഹന്നാൻ പറഞ്ഞെങ്കിലും അവൻ അനങ്ങുന്നുണ്ടായിരുന്നില്ല. അവൻ തന്നോട് ദേഷ്യത്തിലാണ് എന്ന് യോഹന്നാന് മനസ്സിലായി. പിന്നാലെ യോഹന്നാൻ തന്റെ കാര്യങ്ങൾ അവനോട് പറഞ്ഞു. പോലീസിലുള്ളവർ എല്ലാവരും യോഹന്നാനെ ഭാര്യയെ പേടിയുള്ളവൻ എന്ന മട്ടിൽ കളിയാക്കാറുണ്ട്. പക്ഷേ ഭാര്യയെ യോഹന്നാന് സ്നേഹമായിരുന്നു. അത് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. യോഹന്നാന്റെ ഭാര്യ സലോമി ഒരു ഡിപ്രഷൻ പേഷ്യന്റ് ആണ്. 2 തവണ ആത്മഹത്യക്ക് പോലും ശ്രമിച്ചിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞപ്പോൾ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഒരു കൊല്ലം കഴിഞ്ഞ് സലോമി ഗർഭിണിയായി. പക്ഷേ പ്രസവിക്കുന്നതിന്റെ 2 ദിവസം മുമ്പാണ് അറിഞ്ഞത് അവരുടെ കുട്ടിക്ക് വയറ്റിലെ മരണപ്പെട്ടിട്ടുണ്ടെന്ന്. അത് അവളുടെ മാനസിക നില തകർത്തു. പിന്നീട് അവർക്ക് കുട്ടികളും ഉണ്ടായില്ല. അതോടെ സലോമിക്ക് യോഹന്നാന് സംശയമായി.
യോഹന്നാൻ സലോമിയെ ഇട്ടിട്ട് പോകുമോ എന്ന് ഭയം. പക്ഷേ യോഹന്നാന് സലോമിയെ ജീവനായിരുന്നു. ഓരോ തവണ ഡിപ്രഷൻ ബാധിച്ച സ്ത്രീകളെപ്പറ്റിയും ആത്മഹത്യ ചെയ്ത ഇന്നത്തെ ആ സ്ത്രീയെപ്പറ്റിയുമുള്ള വിവരം കേട്ടപ്പോഴൊക്കെയും യോഹന്നാൻ ടെൻഷനിലാവാനുള്ള കാരണം തന്റെ ഭാര്യയെ ഓർത്തിട്ടായിരുന്നു. അതുപോലെ കുട്ടികളില്ലാത്തതിന്റെ വിഷമം യോഹന്നാൻ അറിയാം. അത്തരത്തിലുള്ളപ്പോൾ കുട്ടിയെ തല്ലിയതിനെ പറ്റിയൊക്കെ ഓർത്ത് അത് സഹിക്കാൻ യോഹന്നാന് പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടായിരുന്നു യോഹന്നാൻ അത്തരത്തിലൊക്കെ പെരുമാറിയത്. ദിനാനന്ദിന് കാര്യങ്ങളൊക്കെ മനസ്സിലായി. അതൊന്നും സാരമില്ല സാറേ എന്ന മട്ടിൽ അവൻ യോഹന്നാനോട് പറഞ്ഞു. അന്നവർ കുറച്ചു സമയം അവിടെ റെസ്റ്റ് എടുത്തു. പുലർച്ചെയോടെ നേരെ സ്റ്റേഷനിലേക്ക് മടങ്ങിയെത്തി. റോഷനും കൂട്ടുകാരും അരുണിനെ സ്റ്റേഷനിലെത്തിച്ചിട്ടുണ്ടായിരുന്നില്ല. യോഹന്നാൻ അവരെ വിളിച്ചു. അരുൺ സുരക്ഷിതനാണെന്നറിഞ്ഞപ്പോ അവനെ അവിടെ ഇറക്കി വിട്ടേക്കാൻ പറഞ്ഞു. റോഷനും കൂട്ടുകാരും അങ്ങനെ അവനെ ബസ് സ്റ്റാൻഡിൽ ഇറക്കി വിട്ടു. കുറച്ചു കഴിഞ്ഞപ്പോ സ്റ്റേഷനിലേക്ക് അറക്കൽ കുടുംബത്തിലെ ആ പെൺകുട്ടിയുടെ അമ്മയും മൂത്ത സഹോദരനും വന്നു. ഞങ്ങൾ അവളെ കൊണ്ടുപോകാൻ വന്നതാണ് എന്ന് ദിനാനന്ദിനോട് കൂടെയുണ്ടായിരുന്ന വ്യക്തി കടന്നുവന്ന് പറയുന്നുണ്ട്. നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങളുടെ മകള് വീട്ടിലുണ്ടെന്ന്, പിന്നെന്തിനാ ഇവിടെ വന്നേ? ഇവിടെ അവളില്ല എന്ന മട്ടിൽ ദിനാനന്ദ് കനപ്പിച്ചു പറഞ്ഞു. ഞങ്ങൾ അവളെയും കൊണ്ടേ പോകൂ എന്ന് പറഞ്ഞ് ദിനാനന്ദിനെ തള്ളിമാറ്റി കൂടെയുണ്ടായിരുന്നവൻ അകത്ത് കടക്കാൻ ശ്രമിച്ചപ്പോ ദിനാനന്ദ് അവനെ തിരിച്ചാക്രമിച്ചു. യോഹന്നാൻ വന്ന് അതിലിടപെട്ടു. യോഹന്നാനും അവരെ അതിന്റെ പേരിൽ വഴക്ക് പറയുന്നുണ്ട്. 11 മണിക്ക് അവരെ കോടതിയിൽ ഹാജരാക്കുമെന്നും നിങ്ങൾ വേണമെങ്കിൽ അവിടെ വന്ന് അവളെ കൂട്ടിക്കൊണ്ടുപോയിക്കോളാനും യോഹന്നാൻ അവരോടായി പറഞ്ഞു. വൈകാതെ ദിനാനന്ദും യോഹന്നാനും ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങുകയായിരുന്നു. ദിനാനന്ദ് ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങി നേരെ ഹോസ്പിറ്റലിൽ പോയി. ഈ സമയം പുഴയരികിൽ ഒരു മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ ആൾക്കാര് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു. അത് നവീന്റെ മൃതദേഹമായിരുന്നു. തലേന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച അവൻ വീണ് തലയ്ക്ക് ആഘാതമേറ്റിരുന്നല്ലോ, അതുകൊണ്ട് കൊല്ലപ്പെട്ടതായിരിക്കണം. യോഹന്നാൻ വീട്ടിലിരുന്ന് സലോമിക്കൊപ്പം പുൽക്കൂടുണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. ആ സമയം യോഹന്നാന് കോൾ വന്നു. നവീന്റെ മരണത്തെപ്പറ്റി വിവരം അറിയിച്ചുകൊണ്ടായിരുന്നു അത്. കാര്യങ്ങൾ കൈവിട്ടുപോകും, പ്രശ്നമാകും എന്ന ആ നിമിഷം അയാൾക്ക് മനസ്സിലായി. സലോമിയോട് തയ്യാറായിക്കൊള്ളാനും സലോമിയെ ചികിത്സിക്കുന്ന അച്ഛന്റെ അടുത്തേക്ക് പോകാം എന്നും അയാൾ പറഞ്ഞു. TV വെച്ച് നോക്കിയപ്പോൾ വാർത്ത വ്യക്തമായിരുന്നു. ദളിതനായ നവീന്റെ മരണത്തിന് പോലീസുകാരും കൊലപാതകങ്ങൾക്കൊപ്പം കൂട്ടുനിന്നു എന്ന തരത്തിലായിരുന്നു വാർത്ത വന്നിരുന്നത്. അത് തെളിയിക്കുന്ന മട്ടിൽ CCTV ദൃശ്യങ്ങളും യോഹന്നാന്റെ ഫോൺ സംഭാഷണവും ചാനലിലൂടെ വരുന്നുണ്ടായിരുന്നു. യോഹന്നാൻ അറക്കൽ കുടുംബത്തിലെ പെൺകുട്ടിയുടെ സഹോദരനെ വിളിച്ച് നിന്റെ അവസ്ഥ മനസ്സിലാകും, നിന്നെ ഞാൻ സഹായിക്കാം എന്ന് പറയുന്ന ഓഡിയോ ദൃശ്യങ്ങളും അവന്റെ ജിപ്സിയെ ടൗണിൽ കൊണ്ടുവിടുന്നതിന്റെ ദൃശ്യവുമായിരുന്നു അത്. സംഭവം എന്തെന്നാൽ DYSPക്ക് അറക്കൽ കുടുംബവുമായി ബന്ധമുണ്ടല്ലോ. ആ പയ്യന്മാർ കുടുങ്ങുമെന്ന് മനസ്സിലായതോടെ അവരെ രക്ഷിക്കാൻ വേണ്ടി DYSP കളിക്കുന്ന കളികളായിരുന്നു അത്. പോലീസുകാരായിരുന്നല്ലോ തലേദിവസത്തെ സംഭവത്തിന് പ്രധാന സാക്ഷികൾ. അവരെയും കൂടി പ്രതി ചേർത്ത് കഴിഞ്ഞാൽ അവരുടെ മൊഴിക്ക് ക്രെഡിബിലിറ്റി ഇല്ലാതാകും. അപ്പോൾ അവർക്ക് സുഖമായി രക്ഷപ്പെടാം എന്നതായിരുന്നു DYSPയുടെ തന്ത്രം. വൈകാതെ പ്രതി ചേർക്കപ്പെട്ടതിന്റെ പേരിൽ ആശുപത്രിയിലെത്തി ദിനാനന്ദിനെ പോലീസ് ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്തു. പാവം ദിനാനന്ദിനാകട്ടെ ആദ്യമൊന്നും മനസ്സിലായിരുന്നില്ല. മീഡിയൊക്കെ വന്നപ്പോഴാണ് എന്തോ ആപത്താണ് എന്നവൻ തിരിച്ചറിയുന്നത്. അമ്മയും ഭാര്യയും കുട്ടിയും അവന് പിന്നാലെ വന്നു. പോലീസ് അവനെ കൂട്ടിക്കൊണ്ടുപോകുന്ന കണ്ട് ദിനാനന്ദിന്റെ അമ്മ കുടഞ്ഞ താഴെ വീണു. മറുവശത്ത് ഇതൊക്കെ മുൻകൂട്ടി കണ്ട് യോഹന്നാൻ ആകട്ടെ സലോമിയെ അവളെ ചികിത്സിക്കുന്ന അച്ഛന്റെ അടുക്കൽ കൊണ്ടുചെന്നാക്കി. പോലീസ് അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോ അവരോട് സംസാരിച്ച് കുറച്ച് സമയം വാങ്ങി സലോമിയെ മയക്കിക്കിടത്തിയായിരുന്നു യോഹന്നാൻ പോലീസുകാർക്കൊപ്പം പോന്നത്. കഥ അവിടെ നിന്നും സിനിമയുടെ തുടക്കത്തിലേക്ക് വരുന്നു. ദിനാനന്ദ് അറസ്റ്റ് ചെയ്യപ്പെട്ട് DYSPയുടെ മുമ്പിലെത്തി. DYSP അവിടുണ്ടായിരുന്ന ASIക്കൊപ്പം ഒരു കളി കളിക്കുന്നുണ്ടായിരുന്നു. ദിനാനന്ദിനെ കൊണ്ട് യോഹന്നാനെതിരെ സാക്ഷി പറയിപ്പിക്കാനായിരുന്നു അവർ കളി നടത്തിയത്. ദിനാനന്ദ് മദ്യപിച്ചിരുന്നല്ലോ. മാത്രമല്ല അവരുടെ വണ്ടിയിൽ നിന്ന് 10,000 രൂപ പിടിച്ചെടുക്കുകയും ചെയ്തു. കൈക്കൂലി മേടിച്ചു എന്ന തെളിവും. രണ്ടും വെച്ച് DYSP അവനെ വിരട്ടി. പിന്നാലെ കൊലപാതക കുറ്റം അവന്റെ പേരിലാക്കും, അതോടെ പോലീസിൽ നിന്ന് പിരിച്ചുവിടും, തടവ് ശിക്ഷയും അനുഭവിക്കേണ്ടി വരും എന്ന് DYSP പറഞ്ഞതോടെ ദിനാനന്ദ് തന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് DYSPക്ക് മുമ്പിൽ കരഞ്ഞ് കയ്യുകൂപ്പി അപേക്ഷിച്ചു. ASI അവനു വേണ്ടി അപേക്ഷിക്കുന്ന പോലെ DYSPയോട് സംസാരിച്ചു. ഒടുവിൽ DYSP യോഹന്നാനെതിരെ അവനൊരു സ്റ്റേറ്റ്മെന്റ് തന്നാൽ അവനെ മാപ്പുസാക്ഷിയാക്കാം, നിരപരാധിയാക്കി വിടാമെന്ന് പറഞ്ഞു. ആദ്യം ദിനാനന്ദ് അതിനെ സമ്മതിച്ചില്ലെങ്കിലും സ്റ്റേറ്റ്മെന്റ് കൊടുക്കാം എന്ന മട്ടിൽ ASI അവനെയും കൂട്ടി ഓഫീസിലേക്ക് പോയി. അപ്പോഴായിരുന്നു യോഹന്നാൻ വരുന്നത്. യോഹന്നാൻ നേരെ DYSPയുടെ റൂമിലെത്തി. വരാനിരിക്കുന്ന കളികൾ എന്താണ് എന്ന് യോഹന്നാന് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് കുറ്റം ഏറ്റെടുക്കാനോ ദിനാനന്ദിനെതിരെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാനോ യോഹന്നാൻ തയ്യാറായില്ല. കഴിയുമെങ്കിൽ തന്നെ ഒഴിവാക്കിത്ത അവസ്ഥ കൊണ്ടായി എന്ന മട്ടിൽ യോഹന്നാൻ DYSPയോട് റിക്വസ്റ്റ് കൊടുക്കുകയും ചെയ്തു. DYSP യോഹന്നാനെ തന്റെ റൂമിന് പുറത്തിരുത്തി. യോഹന്നാന്റെ സ്റ്റേറ്റ്മെന്റ് എഴുതി വാങ്ങാൻ ഒരു കോൺസ്റ്റബിളിനെ പുറത്തേക്ക് അയച്ചു. ഇതേ സമയം ASIക്ക് വിവരം ലഭിച്ചിരുന്നു. ASI പുറത്തെത്തി. യോഹന്നാൻ പുറത്തിരുന്ന സ്റ്റേറ്റ്മെന്റ് എഴുതുന്ന കണ്ടതും അകത്തിരുന്ന ദിനാനന്ദിനെ വിളിച്ചു. യോഹന്നാൻ ദിനാനന്ദിനെതിരെ സ്റ്റേറ്റ്മെന്റ് എഴുതുന്നത് ആ കാണുന്നത് എന്ന മട്ടിൽ അവനെ വിശ്വസിപ്പിച്ചു.
പോലീസിംഗ് അറിയാത്ത ദിനാനന്ദ് അത് വിശ്വസിച്ചിരുന്നു. യോഹന്നാൻ തന്നെ കൊടുക്കാൻ സ്റ്റേറ്റ്മെന്റ് എഴുതുന്നതാവും എന്ന തരത്തിൽ ചിന്തിച്ച അവൻ ഉടനടി ASI എഴുതിയുണ്ടാക്കിയ സ്റ്റേറ്റ്മെന്റിൽ ഒപ്പിട്ടു കൊടുത്തു. പിന്നാലെ ഇരുവരും അടുത്തു വന്നപ്പോഴായിരുന്നു തനിക്ക് പറ്റിയ അമളി ദിനാനന്ദിന് മനസ്സിലാവുന്നത്. യോഹന്നാൻ സ്റ്റേറ്റ്മെന്റ് ഒന്നും ഒപ്പിട്ടു കൊടുത്തിട്ടില്ല, തനിക്കെതിരെ മൊഴി നൽകിയിട്ടില്ല എന്ന് ദിനാനന്ദ് തിരിച്ചറിഞ്ഞു. ദിനാനന്ദാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഒപ്പിട്ടു കൊടുത്തും പോയല്ലോ, തങ്ങൾ പെട്ടുവെന്ന് യോഹന്നാൻ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. പിന്നാലെ ഇരുവരും കുറ്റത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഇരുവരെയും കോടതിയിലേക്ക് കൊണ്ടുപോകും എന്ന തരത്തിൽ പറഞ്ഞ് മീഡിയയ്ക്ക് മുമ്പിൽ ഹാജരാക്കുകയും ചെയ്തു. അവിടെ വെച്ച് താൻ കുടുങ്ങുമല്ലോ എന്ന തരത്തിൽ എല്ലാം കൊണ്ടും ദിനാനന്ദ് വല്ലാതെ ഭയന്നിരുന്നു. അവിടെ നിന്ന് രക്ഷപ്പെട്ടോടാൻ ദിനാനന്ദ് ശ്രമിച്ചു. എല്ലാവരെയും വെട്ടിച്ച് അവൻ പുറത്തേക്കോടി. പുറകെ പിടികൂടാൻ പോലീസ് ഓടി വരുന്നുണ്ടായിരുന്നു. റോഡിലെ കോടിയിറങ്ങിയ ദിനാനന്ദിനെ ഒരു വണ്ടി ഇടിച്ചു തെറിപ്പിക്കുകയാണ്. സ്പോട്ടിൽ ദിനാനന്ദ് കൊല്ലപ്പെട്ടു. പിന്നീട് കുറച്ചു കഴിഞ്ഞ് കോടതിയിൽ ഹാജരാക്കാൻ യോഹന്നാനെ സ്റ്റേഷനിൽ നിന്ന് കൊണ്ടുപോവാൻ തുടങ്ങി. വണ്ടി റോഡിലേക്ക് ഇറങ്ങി വളയുമ്പോൾ നിലത്ത് പടർന്നിരുന്ന രക്തക്കറ പോലീസ് കഴുകിക്കളയുന്നത് യോഹന്നാൻ നോക്കി നിന്നു. ദിനാനന്ദിന്റെ രക്തമായിരുന്നു അത്. ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ പോലീസുകാരായിട്ടും രക്ഷപ്പെടാൻ യോഹന്നാനും ദിനാനന്ദിനും അവിടെ സാധിച്ചിരുന്നില്ല. ദിനാനന്ദ് അതിൽ രക്തസാക്ഷിയാവുകയും ചെയ്തു. ദുഃഖത്തോടെയിരിക്കുന്ന യോഹന്നാന്റെ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.